ത്രിയേക ദൈവത്തിൻ്റെ വന്യ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഞാൻ ഒന്നുമല്ല എന്ന് മനുഷ്യന് എപ്പോൾ തോന്നുന്നുവോ അപ്പോൾ മാത്രമേ ദൈവം അവനിൽ പ്രവർത്തിക്കൂ. ഞാൻ എന്തെല്ലാം ആണെന്നും എന്തൊക്കെയോ സ്ഥാനമാനങ്ങളുണ്ടെന്നും എനിക്കാരെയും ഭയപ്പെടേണ്ട ആവശ്യമില്ലെന്നും ഉള്ള തോന്നൽ ഉണ്ടാകുമ്പോൾ ദൈവാത്മാവ് നമ്മിൽ നിന്നും അകലുന്നു. നമുക്ക് ഒരു പഴഞ്ചൊല്ലുണ്ട്, താണ നിലത്തെ നീരോടു, അവിടെ ദൈവം കൃപ ചെയ്യൂ. കൊട്ടാരത്തിലെ വളർത്തുപുത്രനായി രാജകുമാരനായി മോശ 40-ാമത്തെ വയസ്സിൽ തൻ്റെ ജനത്തെ അന്വേഷിച്ച് ഇറങ്ങുന്നു. സർവകലാവല്ലഭനായിട്ടാണ് ഒരു രാജകുമാരൻ്റെ തേജസ്സോടും വീര്യത്തോടും അവൻ പുറപ്പെട്ടു വന്നത്. പക്ഷെ അവന് അവിടെ നിന്നും പലായനം ചെയ്യേണ്ടി വന്നു. ഫറവോനെ ഭയന്ന്, താൻ വളർന്ന കൊട്ടാരത്തെ ഭയന്ന്. പിന്നെ 40 വർഷം ആട്ടിടയനാണ്. താൻ ഒന്നുമല്ല എന്ന് അവൻ മനസ്സിലാക്കുന്നു. 40-ാമത്തെ വയസ്സിൽ തുടങ്ങിയ ആട്ടിടയ ജോലി 80-ാം വയസ്സിൽ ആടുകളെ മേയിച്ച് ദൈവത്തിൻ്റെ പർവ്വതമായ ഹോറേബിൻ്റെ താഴ്വരയിലെത്തുന്നു. അവിടെ അവൻ വിചിത്രമായ ഒരു കാഴ്ച കണ്ടു. മുൾപ്പടർപ്പിൽ തീയുണ്ട്, പക്ഷേ മുൾപ്പടർപ്പ് കത്തുന്നില്ല. അവനത് കാണുവാൻ അങ്ങോട്ട് ചെല്ലുകയാണ്. അപ്പോൾ മുൾപ്പടർപ്പിൽ നിന്നും ഗംഭീര ശബ്ദത്തോടെ കൽപ്പന വന്നു, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധം, ചെരുപ്പ് അഴിച്ചു കളയുക. ചെരുപ്പ് അഴിച്ചു കളയുക എന്നതുകൊണ്ട് വാക്യാർത്ഥത്തിൽ മാത്രം എടുത്താൽ പോരാ. ചെരുപ്പ് മാത്രമല്ല, ശരീരത്തിനും മനസ്സിനും മലിനത ഉണ്ടെങ്കിൽ അവയും നീക്കണം. പ്രവചന പുസ്തകത്തിൽ മഹാപുരോഹിതനായ യോശുവയെക്കുറിച്ച് പറയുന്നുണ്ട്. ദൈവം കൽപ്പിക്കുന്നു, അവൻ്റെ ദേഹത്തു നിന്നും മലിനവസ്ത്രം അഴിച്ചു കളയുക. തുടർന്ന് വീണ്ടും യഹോവ കൽപ്പിക്കുന്നുണ്ട്, അവൻ തീയിൽ നിന്നും വലിച്ചെടുത്ത കൊള്ളിയാവുന്നു. അതായത് അത്രയ്ക്ക് ശുദ്ധീകരിക്കപ്പെട്ടത് എന്നർത്ഥം. മഹത്വമുള്ളവനായ യേശായെക്കുറിച്ച് നാം ചിന്തിച്ചിട്ടുള്ളതാണ്. ദൈവസാന്നിധ്യം മനസ്സിലായപ്പോൾ അവൻ ഏറ്റുപറയുന്നു, പശ്ചാത്തപിക്കുന്നു. തുടർന്ന് യാഗപീഠത്തിൽ നിന്ന് തീക്കനൽ കൊടിൽ കൊണ്ട് സെറാഫ് എടുത്ത് അവൻ്റെ വായിൽ തൊടുവിക്കുന്നു. അവൻ മഹത്വമുള്ളവനായ യേശയാകുന്നു. ശുദ്ധീകരിക്കപ്പെട്ടവനായ മോശയോടെ മുൾപ്പടർപ്പിൽ നിന്നും ദൈവത്തിൻ്റെ ആഗമന ഉദ്ദേശം അറിയിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പ്രത്യക്ഷത അറിയിക്കുന്നുണ്ട്. തൻ്റെ ജനത്തെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കണം. അതിന് മോശയാണ് നേതൃത്വം കൊടുക്കേണ്ടത്. മോശയെ വിളിച്ചിരിക്കുന്നു. അവിടെ മോശ തൻ്റെ കഴിവുകേടുകളും കുറവുകളും ഏറ്റുപറയുന്നുണ്ട്. 40 വർഷം മുമ്പ് എന്തെല്ലാമോ ആണ് എന്ന് വിചാരിച്ച് വന്നവനാണ്. ദൈവം പറയുന്നു, വിക്കനെയും ചെകിടനെയും കഴിവ് ഉള്ളവനെയും ഇല്ലാത്തവനെയും സൃഷ്ടിച്ചത് ഞാനാണെന്ന്. ഒന്നും അല്ല എന്ന് മോശയ്ക്ക് ബോധ്യം വന്നപ്പോൾ ദൈവത്തിന് അവനെ കൊള്ളാമെന്ന് ബോധ്യം വരുന്നു. അവനെ എടുക്കുന്നു. മോശ ദൈവത്തോടെ പേര് ചോദിക്കുന്നുണ്ട്. നിന്റെ പേര് എന്താവുന്നു? ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നാണ് മറുപടി. അതായത് ഉള്ള അവസ്ഥ. നാം ഒന്നുമില്ലായ്മയിൽ നിന്നുമാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. ദൈവം കൂടെയുണ്ടെങ്കിൽ നാം എന്തൊക്കെയോ ആണ്, സർവ്വത്തിനും മതിയായവരാണ്. ഞാൻ എന്തെല്ലാമോ ആണ് എന്ന ബോധ്യം നമ്മെ നാശത്തിലേക്ക് നയിക്കുകയുള്ളൂ. ആ ബോധ്യം നമ്മിൽ നിന്നും ഉച്ചാടനം ചെയ്യേണ്ടിയിരിക്കുന്നു. അങ്ങനെ നിർമ്മലീകരിക്കപ്പെട്ട അവസ്ഥയിൽ നമ്മിൽ നിർമ്മല സ്നേഹം ഉണ്ടാകും. അവിടെ ദൈവം വസിക്കുന്ന ആലയമായിരിക്കും. അവിടെ പരസ്പരം ആദരവും ബഹുമാനവും ഉണ്ടാവും. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. ദൈവമേ, ബലഹീനരും പാപികളുമായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. നിന്നിലുള്ള ബലത്തിലും കരുണയിലും ആശ്രയിച്ചുകൊണ്ട് ഞങ്ങൾ ജീവിക്കുവാൻ ഞങ്ങളെ ഇടയാക്കണമേ. പുത്രപുത്ര പരിശുദ്ധാത്മാവായ ത്രേക ദൈവത്തിൻ്റെ കൃപ അനുഗ്രഹങ്ങളും നാം എല്ലാവരുടെ മേലും എന്നാളും ഉണ്ടായിരിക്കുമാറാവട്ടെ.